നമ്മൾ അപ്പാനി ഇന്ന് ബിൻസിയുടെ അടുത്ത് പറയുകയാണേ, നമ്മളിനി അവളിനി എന്തൊക്കെ പറഞ്ഞാലും അവളുടെ സപ്പോർട്ട് കുറയത്തില്ലെന്ന് മനസ്സിലായില്ലേ? നമുക്ക് പറയാനുള്ളത് പറഞ്ഞു എന്നല്ലാണ്ട് അവൾക്ക് യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും കുറയത്തില്ലടി. നമ്മളത് നോക്കിയിരിക്കേണ്ട എന്നുള്ള രീതിയിൽ. അപ്പം ഇവർ മനഃപൂർവ്വം പണിത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് അനുമോളെ തകർക്കാൻ വേണ്ടി, തകർത്ത് തരിപ്പണമാക്കാൻ നോക്കാൻ വേണ്ടി എല്ലാവരും കൂടെ കയറി പണിതത് നടക്കത്തില്ല എന്നുള്ളത് കാര്യം മനസ്സിലായി. ഒന്നാമത്തെ കാര്യം, ഇനി എന്തു വന്നാലും അനുമോൾ ഒരിക്കലും തകർന്നു പോകത്തില്ല. നല്ല രീതിക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു വുമണാണ്, നല്ല പോലെ പിടിച്ച് നിൽക്കും. അതിനി എന്ത് വന്നാലും ആരുടെ മുൻപിൽ അടിയറവ് പറയത്തില്ല. അതിന് ഇവരെല്ലാവരും കൂടെ, അനുമോൾ ഓൾറെഡി പറഞ്ഞു 25 പേര് കൂടെ കൂട്ടം ചേർന്ന് ചെയ്താലും അവൾ തളരാൻ പോകത്തില്ല. അതേപോലെ പുറത്തുനിന്ന് വന്ന പലരിൽ നിന്നും ഇവർ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു ഇതല്ല അനുമോളുടെ അടുത്ത് ഉണ്ടായിരുന്നത്. ആരിൽ നിന്നൊക്കെ അവർ നെഗറ്റീവായിട്ടാണ് പ്രതീക്ഷിച്ചത്. അത് മാറി. ലക്ഷ്മി, അങ്ങനെ ഒനീൽ, അഭിലാഷ്, ജിഷിന്, പ്രവീൺ, പിന്നെ ഇപ്പം ദേ മുൻഷി രഞ്ജിത്ത്, അങ്ങനെ എല്ലാവരും അനുമോളുടെ അടുത്ത് നല്ല സ്നേഹത്തിലും നല്ല രീതിക്കുമാണ് പെരുമാറുന്നത്. ആരും അവളുടെ അടുത്ത് ഒരു നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചിൽ പോകുന്നില്ല. അപ്പം ഇവരുടെ എല്ലാ പ്ലാനും പദ്ധതികളും തകർന്നു പോയൊരു നിമിഷം കൂടെയായിരുന്നു. എൻ്റെ ഇടയ്ക്ക് അതിൽ പറയുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കൂടാതെ ഇവൾ ഒറ്റയ്ക്കായിരുന്നു പോയിരുന്ന സ്ട്രാറ്റജിയും കളിക്കുന്നുണ്ടല്ലോ നമ്മുടെ അടുത്തു നിന്നൊക്കെ മാറിയിട്ട്. അപ്പോൾ ആ സിമ്പതി വോട്ടും കൂടെ കിട്ടും. ഞാനും നൂറേയും കൂടെ ഒറ്റയ്ക്ക് മാറി ഇരുന്നോട്ടെ, ഇരുന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലൊക്കെ അതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്ലാൻ അനുസരിച്ച് ഇതെല്ലാം കൂടെ അങ്ങോട്ട് പറഞ്ഞ് കഴിയുമ്പോൾ അനുമോൾ അങ്ങ് തകർന്നു പോവും. അനുമോളുടെ വോട്ട് പുറത്ത് കുറയും. ഇവരുടെ മനസ്സിലിരിപ്പം അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി, ഇവളെക്കുറിച്ച് മനസ്സിലായി, ഇവക്കിനി വോട്ട് കിട്ടത്തില്ല എന്നൊക്കെയുള്ള പ്ലാനാണ്. ഇപ്പോഴും അവരത് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെയല്ല പോകാൻ പോകുന്നത്. ഈ ഒറ്റ ദിവസം കൊണ്ടൊന്നും തകർക്കാൻ പറ്റുന്ന ഒരു ഇതല്ല അനുമോൾക്ക് ഉള്ളതെന്നൊക്കെ ഇവർ തന്നെ മനസ്സിലാക്കി, പുറത്തുനിന്ന് വന്നവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട്.